പലപ്പോഴും സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രശ്നമുണ്ടായെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു അധ്യാപികയ്ക്ക്, ഒരു പൊതുപ്രവർത്തകയ്ക്ക്, ഒരു സുഹൃത്തിന് ഒക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? 10, 12, 13 വയസ്സായ പെൺകുഞ്ഞുങ്ങൾക്ക് അവരുടെ ചുറ്റും ഒരു വലിയ ഒരു കിടങ്ങുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആ കുഞ്ഞുങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അറിയരുതേ എന്നായിരിക്കും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ വടികൊണ്ട് തല്ല് കിട്ടിയാൽ വീട്ടിൽ അറിയരുത് എന്ന് വിചാരിക്കുന്ന ആളുകളായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പോൾ അവിടെ നിന്ന് കൂട്ടുകാരോട് പറഞ്ഞാൽ മാറ്റി നിർത്തും, ടീച്ചർമാരോട് പറഞ്ഞാൽ ഒരു പക്ഷെ വഴക്കു പറയും എന്നൊക്കെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഏറ്റവും നിഷ്കളങ്കമായ നിസ്സഹായമായ മനസ്സുകൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് കഥയല്ലല്ലോ, ജീവിതമല്ലേ. അവിടെ നിന്നൊക്കെ അപ്പോൾ അത്തരം നിസ്സഹായതകളോട്, അത്തരം നിഷ്കളങ്കതകളോട് അതിലേക്ക് കടന്നിറങ്ങി ചെല്ലാൻ കഴിയുന്ന ഒരു വലിയ പൊതുസമൂഹമായി, ഒരു സമൂഹമായി ആരാണെങ്കിലും, നമ്മൾ എത്ര റോളുകൾ നിർവഹിക്കുന്നുണ്ട്, ആരാണെങ്കിലും അത് കഴിയുന്ന ഒരു സാഹചര്യം കൂടുതൽ ജാഗ്രതയോടെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് നമ്മൾ. അല്ല, തീർച്ചയായും നമുക്കിതൊരു ഒരു തുറന്ന സമീപനം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഒരു തരത്തിലും നമുക്ക് അത്തരത്തിലൊരു തുറന്ന സമീപനവുമായി പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്കത് അത്തരമൊരു കാര്യം ഉണ്ടാകുമ്പോൾ ആർക്കും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് നിയമ സംവിധാനം, ഇനിയിപ്പോൾ നിങ്ങളെങ്ങാനും അത് പറഞ്ഞു പോയാൽ ഇത് പിന്നെ എന്നെ എങ്ങാനും ബാധിക്കുമോ, അല്ലെങ്കിൽ ഞാനെങ്ങാനും ഇതിൽ ഉൾപ്പെടുമോ, ഇത്തരത്തിലൊക്കെയുള്ള ഭയം പലപ്പോഴും മനുഷ്യർക്കുണ്ടാകുന്നു. അതിനപ്പുറത്തേക്കൊരു നീതിബോധം വളർത്താൻ ആളുകൾ തയ്യാറാകുന്നില്ല. നിങ്ങൾ ആരും സാമൂഹ്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വത്തെയും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആരും ഇത്തരത്തിൽ അത്തരം സാമൂഹ്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്താനോ, അല്ലെങ്കിൽ അതൊരു ഇനീഷ്യേറ്റീവ്, ഇപ്പം എൻ്റെ സമയം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരം ഒരു സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞാൻ മറ്റ് കേസുകൾ പോലെയല്ല, പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് പിന്നെ ലൈംഗികത എന്നോ അല്ലെങ്കിൽ ലൈംഗികമായ ചോദന എന്താണെന്നൊന്നും അറിയാത്തൊരു കാലത്ത് അവിടെയാണ് ഇതിൻ്റെ ക്രൈമിൻ്റെ ഒരു ഗ്രാവിറ്റി വളരെ വലുതാവുന്നത്. ഇതൊന്നും അറിയാത്തൊരു കാലത്ത് ഏറ്റവും നിഷ്ഠൂരമായി അവർക്ക് പോലും മനസ്സിലാവാത്ത തരത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവരെ നിർബന്ധിക്കുന്നു, അതിൽ ഏറ്റവും ക്രൂരമായി അവരെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പാലത്തായിലെ കേസിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മൾ എത്ര ചർച്ച ചെയ്തൊരു കേസാണ്. ഞാൻ ആ ചെറിയ പെൺകുട്ടിയെ ഞാൻ ആ വീട്ടിൽ പോയി കണ്ടതാണ്. അന്ന് ചെന്നപ്പോൾ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പാട്ട് പാടിയപ്പോൾ അവിടെ നിന്നിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കരഞ്ഞുപോയി. നമുക്കതിനൊന്നും എന്താ പറയുക, നമുക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്തത്ര നിഷ്കളങ്കമായ ഒരു ചിരിയോടുകൂടിയാണ് ആ കുട്ടി നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ അത്തരം മനുഷ്യരെ നമ്മളൊക്കെ കുറ്റക്കാരാണ്, ഞാനും നിങ്ങളും ഒക്കെ കുറ്റക്കാരാണെന്ന് തോന്നുന്ന വിധത്തിൽ ഈ സമൂഹം നമ്മളെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതേറ്റവും അപകടകരമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഒരു കാലത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ, ഞാൻ പറഞ്ഞ ഒരു റേപ്പ് ഉണ്ടായി എന്നുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ദുരനുഭവം നേരിട്ടൊരു കുട്ടിയെ പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് വലിയൊരു പ്രശ്നമാണ് സൊസൈറ്റിയിൽ. നമ്മളെപ്പോഴും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവളുടെ മരണം വരെ അവൾക്കുണ്ടായ ആ ദുരനുഭവം വെച്ച് അവളെ ഐഡന്റിഫൈ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അത്തരം ഭയപ്പാടുകളിലേക്ക് ഇവരെ നിർത്തുന്നത്, അല്ലെങ്കിൽ അത്തരം പേടികളിലേക്ക് കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എവിടേക്കും എത്തരുത്, ആരാലും അറിയപ്പെടരുത്, ഇതെന്തോ ചീത്തയാണ്, ഇതെന്തോ അശ്ലീലമാണ്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ അവസാനിച്ച് കളയും എന്നുള്ളൊരു ബോധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും നമ്മളെപ്പോഴും ഇപ്പം നേരത്തെ പറഞ്ഞ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈംഗികത എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്, അല്ല ലൈംഗിക അതിക്രമം എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്താണ് പിന്നെ ഗർഭധാരണമെന്നും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ശരീരത്തിൽ സംഭവിക്കുന്നതല്ല, ഇത് മാത്രമല്ല എന്തൊക്കെ തരത്തിൽ ഇതിൻ്റെ ഏറ്റവും വേസ്റ്റായ ഒരു സിറ്റുവേഷനെ കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലേ? എന്താണ് ലൈംഗിക അതിക്രമമെന്നും ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അനുഭവം എന്താണെന്നും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലേ? കുറെ കൂടെ കരുത്തുള്ള മനുഷ്യരായി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് കടന്നു വരുന്ന ഓരോ മനുഷ്യരെയും പിന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൂടി പഠിപ്പിച്ചു വെക്കേണ്ടതില്ലേ? നിങ്ങൾ പിന്നെ സ്കൂളിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ പിന്നെ അല്ലെങ്കിൽ എത്രയോ വലിയ അപകടം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ വലിയ സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ നിൽക്കുന്ന, നിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. ലൈംഗികത എന്താണെന്ന് മാത്രമല്ല,
മാത്രമല്ല ലൈംഗിക അതിക്രമം എന്താണെന്ന് കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ സംസാരിച്ച സാറ് പറഞ്ഞു പിന്നെ മതങ്ങളാണ് ഇതിനെ വലിയ വിലക്കുണ്ടാക്കുന്നത്. അല്ല, മതങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയുടെ കാര്യത്തിൽ എല്ലാ മതങ്ങളും ഒരു കണക്കാണ്. അതിൽ ഈ കാര്യത്തിൽ മാത്രമല്ല, സെക്സ് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, എവിടെയോ സ്ത്രീ പിന്നെ സ്വാതന്ത്ര്യത്തെ പറ്റിയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെച്ചമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യത്തെ പറ്റിയോ ഒരു മതവും ഈ ലോകത്ത് പോസിറ്റീവായി സംസാരിച്ചതായിട്ടുള്ള അറിവ് നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കുറെ കൂടെ നേരത്തെ അത് പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നോ പറയാനുള്ള ധൈര്യം, നിങ്ങൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസിനോട് നോ പറയാനുള്ള കരുത്തുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത്. മോറൽ ക്ലാസ്സും പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസമൊന്നും നമ്മുടെ പെൺകുട്ടികൾക്കല്ല, ആൺകുട്ടികൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. എൻ്റെ ആൺകുഞ്ഞിനോടാണ് ഞാൻ സമൂഹത്തിൽ പിന്നെ മൊറാലിറ്റിയെ പറ്റിയും എത്തിക്സിനെ പറ്റിയും ക്ലാസ് എടുക്കേണ്ടത്. മനുഷ്യരോട് നന്നായി പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന്, അല്ലാതെ പെൺകുട്ടികളോട് വായടയ്ക്കാനും കാല് പിന്നെ ഒതുക്കി വെച്ചിരിക്കാനും ശബ്ദം താഴ്ത്തി സംസാരിക്കാനും മാത്രമല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ആൺകുട്ടികളോട്, നിങ്ങളുടെ പെൺകുട്ടികളോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ആദ്യം പഠിപ്പിച്ചിട്ട് വേണം ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പുറത്തേക്ക് അവരെ ഇറക്കി വിടാൻ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.